ഇതാ ആ സംഘം യാത്ര പോവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ, പോലീസ് അയ്യപ്പന്മാര്, അതുപോലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ വോളണ്ടിയേഴ്സ് ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ്. അവരാണ് ആ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ശരംകുത്തിയിലേക്ക് പോകുന്ന. അയ്യപ്പന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ശരംകുത്തി. ആ ശരംകുത്തിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. സന്നിധാനത്തു നിന്നും ശ്രീകോവിലിൽ പൂജിച്ച പുഷ്പമാല അവരുടെ കഴുത്തിൽ അണിയിക്കുന്നതോടെയാണ് ആ യാത്ര പോകുന്നത്. ഈ യാത്ര തിരികെ വരുന്നത് വലിയ ആഘോഷമായിട്ടാണ്. ചെണ്ടമേളവും അതുപോലെ തന്നെ നാഗസ്വരവും ഒക്കെ പഞ്ചവാദ്യവും ഒക്കെയുള്ള വലിയ മേളം, അതിന് അകമ്പടിയായി തീവട്ടികൾ, കർപ്പൂര ആഴികളൊക്കെ ഇങ്ങനെ ജ്വലിപ്പിച്ച് തെളിയിച്ചുകൊണ്ടാണ് വരുന്നത്. ആ യാത്രയെ അയ്യപ്പൻ അനുഗ്രഹിച്ചയക്കുന്നു, അയ്യപ്പന്റെ അനുവാദത്തോടെ അനുഗ്രഹിച്ചയക്കുന്നു എന്നാണ് സങ്കല്പം. അതിൻ്റെ ഒപ്പം ഒരു കുത്തുവിളക്കുണ്ട്, അതിൽ ദീപം പകർന്നിട്ടുണ്ട്. ശ്രീകോവിലിൽ നിന്ന് തെളിയിച്ചതാണ് ആ ദീപമാണ് ഈ യാത്രയിൽ വഴികാട്ടിയായി അവർക്ക് ഒപ്പമുള്ളത്. നമുക്കറിയാം, അയ്യപ്പൻ ജ്യോതിസ്വരൂപനാണ്. വെളിച്ചം അല്ലെങ്കിൽ ദീപം എന്നതാണ് അയ്യപ്പന്റെ ഒരു രൂപം. അങ്ങനെ ജ്യോതിസ്വരൂപനായ അയ്യപ്പൻ, എല്ലാ വെളിച്ചത്തിന്റെയും കേന്ദ്രമായ അയ്യപ്പൻ എന്നതാണ് വിശ്വാസികൾ കരുതുന്നത്. അങ്ങനെ ജ്യോതിസ്വരൂപനായ അയ്യപ്പന്റെ ശ്രീകോവിലിൽ നിന്ന് തെളിയിച്ച ആ വിളക്കിൽ കൊളുത്തിയ നാളവുമായാണ് അവിടേക്ക് ആ സംഘം യാത്രയാകുന്നത്. വലിയ നടപ്പന്തലും ചെറിയ നടപ്പന്തലും ക്യൂ കോംപ്ലക്സും ഒക്കെ കടന്ന് അവരങ്ങ് ശരംകുത്തിയിലേക്ക് പോകും. ശരംകുത്തിയിൽ വലിയാനവട്ടവും ചെറിയാനവട്ടവും ഒക്കെ കടന്ന്, പമ്പയൊക്കെ കടന്ന് വലിയാനവട്ടവും ചെറിയാനവട്ടവും ഒക്കെ കടന്ന് മല ചവിട്ടിയും അപ്പോഴേക്കും തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ആ മരുതമനയിൽ ശിവൻകുട്ടി എന്ന ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 26 അംഗ സംഘം അവിടേക്ക് എത്തും. പിന്നീട് വലിയൊരു ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് അത് എത്തുകയാണ്. അതിനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. അങ്ങനെ ശബരിമല ഒരു മഹോത്സവത്തിന് തയ്യാറെടുക്കുകയാണ്. മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തത്തിന് സന്നിധാനം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ലോകമെമ്പാടുമുള്ള കോടാനുകോടി അയ്യപ്പ ഭക്തർക്ക് കാഴ്ചയുടെ ദിവ്യാത്ഭുതങ്ങൾ പകരുന്ന വളരെ മനോഹരമായ സന്ധ്യയുടെ ആ കാഴ്ചയിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.